ജെന്മൻ ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലാറ്റ്ഫോം സെൻറ്റർ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടുണ്ടാവും അല്ലേ? ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. പുരട്சி തലവർ ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ചെറിയ യാത്ര തുടങ്ങാൻ പോവുകയാണ്. എങ്ങോട്ടാണെന്നല്ലേ, ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് പറയാം. അപ്പോൾ എല്ലാവർക്കും പുരട്சி തലവർ ഡോക്ടർ MG രാമചന്ദ്രൻ മധ്യ റെയിൽ നിലയം അഥവാ പുരട്சி തലവർ ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ചെന്നൈ സെൻട്രൽ. നമ്മളിവിടുന്ന് ഒരു ചെറിയ യാത്ര പോകണം. നാട്ടിലേക്കാണ് യാത്ര. ചെറിയ യാത്ര എന്ന് പറയുന്നത് നാട്ടിലേക്കാണ് യാത്ര. നമ്മുടെ യാത്ര എന്ന് പറയുന്നത് 12685 ചെന്നൈ സെൻട്രൽ മംഗളൂരു സെൻട്രൽ സൂപ്പർ ഫാസ്റ്റാണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം യാത്ര ചെയ്തിട്ടുള്ള വണ്ടിയാണ്. വീണ്ടും അതിന് തന്നെയാണ് യാത്ര. സമയം ഇപ്പോൾ 2:36 ആയിട്ടേ ഉള്ളൂ. 4:20 നമ്മൾ ട്രെയിൻ പോകുള്ളൂ. ഇഷ്ടംപോലെ സമയമുണ്ട്. നമുക്ക് സ്റ്റേഷനുള്ളിലേക്ക് എന്തെങ്കിലും കയറാം. A2Bയിൽ ഒരു ലെമൺ റൈസും എടുത്തില്ല, 5-നും ഇത് മതി. അപ്പോൾ അവിടെ ഡിപ്പാർച്ചർ കാണിച്ചു തുടങ്ങി. 12685 ആണ് നമ്മുടെ ട്രെയിൻ. മംഗളൂർ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 11 4:20 പുറപ്പെടുന്ന അറിയിച്ചിട്ടുണ്ട്. എന്താ പറയുക, നമുക്ക് പതുക്കെ പ്ലാറ്റ്ഫോം നമ്പർ 11 ഇവിടെ തന്നെയാണ്. നമ്മൾ ഈ കയറുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെയാണ് 11. നമുക്ക് ശകലം മുന്നോട്ട് കയറി ഒരു ബെഞ്ച്, കാലിലൊരു ബെഞ്ച് കണ്ടുപിടിച്ചിട്ട് അവിടെ എങ്ങനെ ഇരിക്കാം. നല്ല ക്ഷീണം. കാര്യം ചെന്നൈയിൽ ഭയങ്കര ചൂടായിരുന്നു. കേരളത്തിനെക്കാട്ടും ചൂട്. പാടുപെട്ടുപോയി. സമയം ഇപ്പോൾ 2:58 ആയതേ ഉള്ളൂ. നമ്മുടെ വണ്ടി പുറപ്പെടാൻ ഇനി 1 മണിക്കൂർ 22 മിനിറ്റും കൊണ്ട്. റേക്ക് വരാൻ കുറച്ചും കൂടി സമയം എടുക്കുമായിരിക്കും തോന്നുന്നു, അറിയില്ല. നമുക്ക് എന്തായാലും കുറച്ച് ഫ്രണ്ടിൽ B4 ആണ് എൻ്റെ. എനിക്കൊന്ന് ഏകദേശം നടുക്കായിട്ട് വരും തോന്നുന്നു റേക്കിൻ്റെ. ആ ഒരു കണക്കിന് കുറച്ച് മുന്നോട്ട് കയറിയിട്ട് ബെഞ്ചിലുള്ള സ്ഥലത്തിരിക്കാം. റേഷ്യൽ പ്രൊഫൈലിംഗ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമല്ല, എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ല. എന്നാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ അതിഥി തൊഴിലാളികൾ കുറേ പേര് ഇവിടെ വന്ന് ചാടിയിട്ടുണ്ട്. ബംഗാൾ സൈഡിൽ നിന്ന് ഏതോ വണ്ടി വന്നിട്ടുണ്ട്. ഇവരെല്ലാം ഇനി ഈ മാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റിലേക്ക് കയറും. ഇതിനെല്ലാം ജനറലിൽ കാത്ത് നിൽക്കാൻ തോന്നി. ഇവിടെ ബാക്കിൽ ഇപ്പുറത്തെ സൈഡിലായിട്ട് പ്ലാറ്റ്ഫോം നമ്പർ 9 ആണെന്ന് തോന്നുന്നു. അതിൽ നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് വന്ന് 12695 റെഡിയായി കിടക്കുന്നുണ്ട്. ഇത് 3:20 ഇവിടുന്ന് പോകും. എറണാകുളത്തിൻ്റെ കുപ്പായം പണിഞ്ഞ് 16878 തൊണ്ടായർപേട്ടിൻ്റെ ലോകം. നമുക്ക് പോകണ റേക്ക പ്ലാറ്റ്ഫോമിലേക്ക് ഷണ്ട് ചെയ്തു. അപ്പോൾ ജനറേറ്റർ കാറാണോ? അപ്പോൾ AC ഓണായിരിക്കും. അപ്പോൾ നമ്മുടെ റേക്ക് അങ്ങനെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. ഞാൻ പോയി വാട്ടർ ബോട്ടിലൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വന്നു. 213228 ആണ് നമ്മുടെ കോച്ച്. B4ലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കോച്ച് ഇതൊരു ഓപ്പൺ ചെയ്തിട്ടില്ല. അവർ എല്ലാ കോച്ചും ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് താമസം ഓപ്പൺ ചെയ്യും. കാര്യം അവരവിടെ മറ്റേ എന്താ പറയുക, പെട്രോൾ കയറ്റാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കയറ്റാൻ വേണ്ടി എന്തായാലും ഓപ്പൺ ചെയ്യും. നമുക്കുള്ള പെട്രോൾ ഇതൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നു B4ലേക്ക്. പെട്രോളും മറ്റ് സാധനങ്ങളൊക്കെ കയറുന്നു. നമുക്ക് അപ്പുറത്തെ കോച്ചിൻ്റെ ഡോർ വഴി കയറി നമ്മുടെ കോച്ചിലോട്ട് കയറിയിടാം. അപ്പോൾ അങ്ങനെ നമ്മുടെ റേക്ക് വന്നു. ഞാൻ അകത്ത് കയറി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. ഒന്ന് ഫോണിനൊക്കെ കുറച്ച് നേരം ചാർജ് ചെയ്തു. എന്നിട്ട് ഞാനിപ്പോൾ നമ്മുടെ ലോക്കോ ചെക്ക് ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് വെക്കുന്നുണ്ട്. ലോക്കോ അറ്റാച്ച് ചെയ്തു. കാര്യം അത് വന്ന് ഷണ്ട് ചെയ്തപ്പോൾ റേക്ക് ശകലം ഒന്ന് പുറകോട്ട് നീങ്ങിയായിരുന്നു. അപ്പോൾ നമുക്ക് ലോക്കോ കാണാൻ പോകും. മീൻവെൽ ഇപ്പുറത്തെ ഏതോ ഒരു EMD ഒരു റേക്കും കൊണ്ട് കയറി വരുന്നത്. എന്താണ് സംഭവം? തണ്ടയാർപേട്ടിൻ്റെ WDG4 ആണ്. 12634 ഷണ്ടിങ് ആണ്. അപ്പോൾ EMD ലോക്കോൻ്റെയൊക്കെ ഒരു അവസ്ഥ. അവന് ഷണ്ടിങ്ങിന് ഉപയോഗിച്ച് തുടങ്ങി. MGR ചെന്നൈ സെൻട്രൽ, തിരുവനന്തപുരം മെയിലാണ്. ഇന്നലെ 7:30 കണ്ട് പോകുള്ളൂ. അതിൻ്റെ റേക്ക് എന്തിനാണ് ഇത്ര നേരത്തെ ഷണ്ട് ചെയ്തിരിക്കുന്നത്? എന്തായാലും നമുക്ക് നമ്മുടെ ലോക്കോ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ ട്രെയിനിൽ ലോക്കോ വന്ന് ചാർജ് എടുത്തിട്ടുണ്ട്. ലാലാഗുഡ ഷെഡിൻ്റെ WAP7 ആണ്. 30288. ഇതാണ് നമ്മുടെ ലോക്കോ 30288. നമ്മുടെ ലോക്കോ പൈലറ്റ് ജസ്റ്റ് ചാർജ് എടുക്കുന്നു. ഒരു ലേഡി അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റാണ് നമ്മുടെ വണ്ടിക്കുള്ളത്. അപ്പോൾ അവരിതുവരെ HOG ചെയ്തിട്ടില്ല. HOG ചെയ്യാൻ പോകുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകും. അപ്പോൾ നമ്മുടെ ലോക്കോ ഒക്കെ എനർജൈസ് ചെയ്ത് സംഭവം സെറ്റായി. മീൻമേൽ ഇപ്പുറത്തുനിന്ന് പുണെ ഷെഡിൻ്റെ 39439 WAP7 കയറി വരുന്നുണ്ട്. ഇത് മിക്കവാറും മുംബൈ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് ആയിരിക്കണം.
മുംബൈ LTT ടു ചെന്നൈ വരുന്നു. ഫാസ്റ്റ് ആയിരിക്കണം. പുണെ ഷെഡിന് 39439. ഈ വണ്ടി സാധാരണ നമ്മുടെ ഈ 12685 പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് കയറി വരാറ്. അല്പം നേരത്തെയാണ്. അതിന് 12163 ലോക്മാന്യ തിലക് ടെർമിനസ് മുംബൈ MGR ചെന്നൈ സെൻട്രൽ എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ്. എങ്കിൽ പിന്നെ നമുക്ക് പതുക്കെ നമ്മുടെ കോച്ചിലേക്ക് തിരിച്ച് നടക്കാം. നമ്മുടെ കോച്ച് 13ാമത്തെ കോച്ചാണ്. എൻ്റെ പൊന്നെ, ചെന്നൈയിലെ ചൂട് സഹിക്കാൻ വയ്യ. ആ ഷർട്ടൊക്കെ വേർത്ത് കുളിച്ചൊരു വഴിയാണ് ലോകം കൂടി കണ്ട് തിരിച്ചത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഷർട്ടൊന്ന് മാറ്റി ടീഷർട്ടിലേക്ക് ഒരെണ്ണം കയറി. ഇനിയിപ്പോൾ ടീഷർട്ടാണെങ്കിൽ യാത്ര നല്ല സുഖമാണ്, ഷർട്ട് അത്ര സുഖമല്ല. നമ്മളിപ്പോൾ ഏകദേശം ഡിപ്പാർട്ട് ചെയ്യാറായിട്ടുണ്ട്. സമയം ഇപ്പോൾ 4:19, 1 മിനിറ്റും കൂടെ ഉള്ളൂ നമ്മുടെ ഡിപ്പാർച്ചർ. ഈ ട്രെയിനിലേക്ക് കയറാനുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഓടി വരുന്നേ ഉള്ളൂ. എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരിക്കൽ ഇതുപോലെ ലേറ്റായിട്ട് ഓടി വന്ന് കയറിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കയറി വന്ന് ഏകദേശം 10 മിനിറ്റ് മുമ്പ് എത്തിയായിരുന്നു. എന്നാലും അവരിപ്പോൾ ഓരോ കോച്ചിലോട്ട് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യം കാണുന്ന കോച്ചിലോട്ട് കയറുന്നതിനും പിന്നെ ഓടിക്കൊണ്ടിരിക്കുക അവർ. വേണ്ട 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 കറണ്ട് കൃത്യം 4:20 നമ്മൾ പുറപ്പെട്ടു. അവരാദ്യം കണ്ട കോച്ച് കയറിയില്ല. കാര്യം പിന്നെ അവർ ട്രെയിനിൻ്റെ കൂടെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ഈ യാത്ര എങ്ങോട്ടാണെന്നുള്ള ഞാൻ പറഞ്ഞില്ല. ഓഫ് കോഴ്സ് നമ്മൾ അങ്ങാടിപ്പുറത്തേക്കാണല്ലോ പോവുക. ഇതായിരുന്നു ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. അത് കാണിച്ചേക്കാം. നമ്മൾ അങ്ങാടിപ്പുറത്തേക്കാണ് പോകുന്നത്. അങ്ങാടിപ്പുറത്തേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിലും ഈ യാത്ര ഈ ട്രെയിൻ അങ്ങാടിപ്പുറത്തേക്ക് പോകില്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് കോഴിക്കോട്ടേക്കാണ്. ഞാൻ തീരുമാനിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ഇവിടെ ഇറങ്ങണം എന്നുള്ളത്. കാര്യം കോഴിക്കോട്ടൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഷൊർണൂർ ഇറങ്ങണോ കോഴിക്കോട് ഇറങ്ങണോ എന്നുള്ളത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. കാരണം ഷൊർണൂർ 1:45 1:45 ഷൊർണൂർ എത്തിയാൽ 3:45 രാജ്യറാണി വരെ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്താൽ എനിക്ക് ഏകദേശം ഒരു 4:30-5 മണിയാകുമ്പോൾ വീട്ടിലെത്താം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ട്രെയിൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് കോഴിക്കോട്ടേക്കാണ്. ഇത് 3 മണി കഴിയുമ്പോൾ കോഴിക്കോട് എത്തും. 3 മണിക്ക് കോഴിക്കോട് ഇറങ്ങിയാൽ ഒരു ബസ്സൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 5:30-6 ആകുമ്പോഴേക്കും എനിക്ക് വീട്ടിലെത്താം. അപ്പോൾ 1 മണിക്കൂർ എനിക്ക് നഷ്ടമുള്ളൂ. അതുമാത്രമല്ല കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ എനിക്ക് 2 മണിക്കൂർ കൂടുതൽ ഉറങ്ങുകയും ചെയ്യാം. മറ്റേ 1:30 ഇറങ്ങുന്നതിന് പകരം 3 മണിക്ക് ഇറങ്ങുമ്പോൾ ഒരു 1.5 മണിക്കൂർ എനിക്ക് കൂടുതൽ ഉറങ്ങാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോഴിക്കോട് ഇറങ്ങാനാണ് സാധ്യത. കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് എടുക്കാനുള്ളൊരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഷൊർണൂർക്ക് ടിക്കറ്റ് നോക്കിയപ്പോൾ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. റിഗ്രറ്റ് ആയിരുന്നു ഷൊർണൂർക്ക് ടിക്കറ്റ് നോക്കുമ്പോൾ. റിഗ്രറ്റ് സ്റ്റാറ്റസാണ് കാണിച്ചത്. അതേ റിഗ്രറ്റ് കാണിച്ച സമയത്ത് ചുമ്മാ ഒന്ന് കോഴിക്കോട് നോക്കുമ്പോൾ 100 സീറ്റ് അവൈലബിൾ കാണിച്ചു. അപ്പോൾ ഞാൻ കോഴിക്കോട്ടേക്ക് അങ്ങ് ടിക്കറ്റ് എടുത്തു. ഇപ്പോൾ ഇന്ന് കറണ്ട് റിസർവേഷൻ ചാർട്ട് ഓപ്പൺ ആയപ്പോൾ 110 സീറ്റ് കാലിയുണ്ട്. അത് നമ്മുടെ റെയിൽവേ കഴിഞ്ഞിടയ്ക്ക് ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് ലിമിറ്റ് ചെയ്യുന്നൊരു സ്കീം കൊണ്ടുവന്നത്. ആ സ്കീമാണ് ഇതിനകത്ത് ഇപ്പോൾ വില്ലൻ. അപ്പോൾ എനിക്കൊന്ന് കോട്ടകൾ നമ്പർ ഓഫ് സീറ്റ്സ് ഇവരൊന്ന് പുനഃപരിശോധിക്കേണ്ടത് ഉണ്ടെന്ന് തോന്നുന്നു. ആ വെയിറ്റിംഗ് ലിസ്റ്റ് ചെറുതാക്കി എന്തായാലും നല്ല ഐഡിയ തന്നെയാണ്. പക്ഷേ നമ്പർ ഓഫ് സീറ്റ്സ് തീർച്ചയായിട്ടും ഒന്ന് പുനഃപരിശോധിക്കണം. അപ്പോൾ മീൻവേൽ നമ്മൾ ജസ്റ്റ് ചെന്നൈ സെൻട്രലിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. ബേസിൻ ബ്രിഡ്ജിലോട്ട് എത്തിയിട്ടില്ല. ബേസിൻ ബ്രിഡ്ജിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. അല്പം മുമ്പ് മൊഹോക്ക സോപ്പിട്ട് കഴുകി വന്നതാണ്. അത് എപ്പോഴേക്കും വേർത്ത് കഴിഞ്ഞു. ഇത്രയും വേർത്ത് കഴിഞ്ഞു. പറയുമ്പോൾ ഞാൻ ഡോറിനടുത്ത് നിൽക്കുന്ന വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. എന്നിട്ടും ഭയങ്കര ചൂടും ഭയങ്കര ഹ്യൂമിഡിറ്റിയും. ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല. മീൻമേൽ നമ്മുടെ ട്രെയിനിൻ്റെ ബേസിൻ ബ്രിഡ്ജിലോട്ട് അടുക്കുന്നതാണ്. റൈറ്റ് സൈഡിലോട്ട് ഉള്ളിലോട്ട് പോകുന്നതാണ് ബേസിൻ ബ്രിഡ്ജ് യാർഡ്. അപ്പോൾ ഇതാണ് ബേസിൻ ബ്രിഡ്ജിലുള്ള കോച്ചിങ് ഡിപ്പോ അഥവാ ട്രെയിൻ കെയർ സെൻറ്റർ, കോച്ച് കെയർ സെൻറ്റർ. വലിയ യാർഡാണ്, ഹ്യൂജ് യാർഡാണ്. ടു തണ്ടയാർപേട്ടിൻ്റെ MGR ചെന്നൈ സെൻട്രൽ ജോലാർപേട്ട് ഏലഗിരി എക്സ്പ്രസിൻ്റെ റേറ്റാണ്. ചിലപ്പോൾ ബാക്കിലാണ്. സാധാരണ ഇതിൽ ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്ന വണ്ടികൾക്ക് AC ചേർക്കാർ ചെന്നൈ എൻഡിലാണ് പതിവ്. എന്താണോ ജോലാർപേട്ട എൻഡിൽ. ഈ ട്രെയിനിൽ ആകെക്കൂടെയുള്ള റിസർവേഷൻ കോച്ച് AC ചേർക്കാറാണ്. ബാക്കി എല്ലാം റിസർവ്ഡാണ്. ഇതാണ് ബേസിൻ ബ്രിഡ്ജ് ജംഗ്ഷൻ സ്റ്റേഷൻ. ബേസിൻ ബ്രിഡ്ജ് യാർഡ് എവിടം വരെ ഉണ്ട്. ഇനിയുണ്ട്, കുറച്ചും കൂടി ദൂരമുണ്ട് യാർഡ്.
ഇവിടെ ഒരു പഴയ ഫുട് ഓവർ ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, അത് പൊളിച്ചു കളഞ്ഞു. പുതിയത് വരുമോയെന്നറിയില്ല, പഴയതുണ്ടായിരുന്നെല്ലാം പൊളിച്ചു കളഞ്ഞു. ഇല്ല, അവിടെ ഏതൊരു റേക്കിനെ ഷണ്ട് ചെയ്യുന്നു. ഏത് റേക്കാണെന്നറിയില്ല. ഇവിടെ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതാണ് വിജയവാഡ സൈഡിലോട്ട് പോകുന്ന ലൈൻ, ഗുഡൂറിലേക്ക് പോകുന്ന ലൈന്. നമ്മൾ അതുവഴി 1-2 യാത്ര ചെയ്തു. നമ്മൾ ജനശതാബ്ദിക്കും അതുപോലെ പിനാക്കിനി എക്സ്പ്രസ് നമ്മൾ അതുവഴി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ വ്യാസർവാടി എത്തുന്നു. ഇവിടെ ഞാൻ മിനിമം പറഞ്ഞു, ഇവിടെ നിറച്ച് പോലീസുകാർ എപ്പോഴും കണ്ട അതിനടിയിലൊക്കെ നിൽക്കുന്നുണ്ട്. ആൾ ആർ പി എസ് എഫിൻ്റെ സ്റ്റാഫാണ്, പേഴ്സണലാണ്. അവരിവിടെ ഒക്കെ ഉണ്ട്. അവർ മരങ്ങളിലൊക്കെ പല സ്ഥലത്തും മരങ്ങളുടെ അടിയിലും അവിടെ ഇവിടെയൊക്കെ ഇടവരിയ്ക്കുന്ന കാണാം. കാര്യം ഈ പ്രദേശത്ത് അത്യാവശ്യം സാമൂഹിക വിരുദ്ധരുള്ളൊരു ഏരിയയാണ്. വ്യാസർവാടി ക്യാബിനായിരുന്നു കടന്നത്. നമ്മളിപ്പോൾ നേരെ ഇവിടുന്ന് മെയിൻ ലൈനോടൊന്ന് ജോയിൻ ചെയ്യും. ഈ മെയിൻ ലൈൻ എന്ന് പറയുന്നത് ബേസിക്കലി ചെന്നൈ ബീച്ച് സൈഡിൽ നിന്ന്, റോയപുരത്തു നിന്നാണ് ശരിക്കും മെയിൻ ലൈൻ്റെ ഉത്ഭവം. ചെന്നൈ ബീച്ച് സൈഡിൽ നിന്നാണ് വരുന്നത്. ആ വരുന്ന ലൈനുകൾ, ആ നേരെ വരുന്ന ലൈൻ, ഇപ്പോൾ 3 ലൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരെണ്ണം ലെഫ്റ്റിലോട്ട് വളഞ്ഞു പോകുന്ന, ഒരെണ്ണം നേരെ പോകുന്നത് കാണാം. നേരെ പോകുന്നതാണ് റോയപുരത്തേക്ക് പോകുന്നത്. ലെഫ്റ്റിലോട്ട് വളഞ്ഞു പോകുന്നത് കുറുക്കുപ്പേട്ട് വഴി ടുവേർഡ്സ് ഗുഡൂർ പോകുന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ മെയിൻ ലൈനിലോട്ട് കയറി. വൺസ് എൻ്റെ റേക്ക് മെയിൻ ലൈനിൽ കയറി പെരമ്പൂർ പാസ് ചെയ്ത പിന്നെ നമുക്ക് 130 km/h ടെറിട്ടറിയാണ്. പിന്നെ നമ്മൾ പറക്കും. ഈ ട്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെന്നൈയിലേക്ക് വരുമ്പോഴും ചെന്നൈയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും സണ്ണ് നേരെ നമ്മുടെ ക്യാമറയിലേക്കായിരിക്കും. കാര്യം ചെന്നൈയിലേക്ക് കയറി വരുമ്പോൾ ഈസ്റ്റിൽ നിന്ന് സൂര്യോദയം ഉണ്ടാകുന്ന സമയം, ഇറങ്ങി പോകുമ്പോൾ വെസ്റ്റിൽ സൂര്യാസ്തമയം ഉണ്ടാകുന്ന സമയം. രണ്ടാണെങ്കിൽ നമുക്ക് ആ പണി. നമ്മളങ്ങനെ പെരമ്പൂർ എത്തിയിരിക്കുകയാണ്. ഒരു ബാക്ക് 4 ഹൗളിൽ ട്രെയിൻ കയറി വരുന്നത് അതാണോ? മിക്കവാറൊക്കെ empty റേക്സ് ആയിരിക്കും. പല സ്ഥലത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന റേക്കുകൾ വലിച്ചിപ്പോൾ സെൻട്രലോട്ട് കൊണ്ടുവരുന്നതാണ് സാധ്യത. ശാന്തകാച്ചി ഷെഡിൻ്റെ 22366 ആണല്ലോ ഇപ്പോൾ. അല്ല, ഇത് വൈകി വരുന്ന വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് ആണോ? വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് ആണ്. നല്ലോണം ലേറ്റാണ്. അപ്പം ഇന്ന് 3 മണിക്കൊക്കെ കയറി വരേണ്ട വണ്ടിയാണ്. അപ്പം മണി 4:30 ആണല്ലോ, ലേറ്റാണ്. അപ്പം ഇന്ന് കേരളത്തിൽ എന്തോ പണി കിട്ടിയിട്ടുണ്ട്. ഈ റേക്കാണ് ഇന്ന് രാത്രിയിലത്തെ മാംഗ്ലൂർ മെയിലായിട്ട് തിരിച്ചു പോകാം. ഞാനിന്ന് ശരിക്കും മാംഗ്ലൂർ മെയിലിന് പോകുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തോ ഭാഗ്യത്തിനാണ് ഞാൻ ഇതിന് ടിക്കറ്റ് എടുത്തത്. കാര്യം എൻ്റെ പണിയൊക്കെ തീർന്നായിരുന്നു. ഞാൻ ചെന്നൈയിലേക്ക് വന്ന് ഒഫീഷ്യൽ വർക്കിനായിരുന്നു. അതൊരു 11:30-12 ആയപ്പോഴേക്കും പണിയൊക്കെ തീർന്നായിരുന്നു. ഞാൻ മെയിൻ ലെവൽ എടുത്തിട്ടുണ്ടായിരുന്നു. രാത്രി വരെ അവിടെ വെറുതെ കുത്തിരിക്കേണ്ടി വന്നത്. അപ്പോൾ നമ്മളങ്ങനെ സ്പീഡ് പിടിച്ചു. ചെറിയ തോതിലൊരു ഫ്ലാറ്റ് ഫീലുണ്ട്. എംടിയിലേക്കാണ് തോന്നുന്നു. എന്താ സംഭവം അറിയില്ല. ഓപ്പോസിറ്റ് ലൈനിൽ ചറപറന്ന് പച്ച കാണുന്നുണ്ട്. ഓട്ടോമാറ്റിക്കിലെ പച്ചയല്ല, ഓട്ടോമാറ്റിക് ഓഫാണ്. മാനുവലിലെ പച്ച. ഇപ്പം എന്തായാലും TT വന്ന് നമ്മുടെ സീറ്റ് ചെക്ക് ചെയ്തിട്ട് പോയി. അപ്പോൾ എനിക്ക് സമാധാനമായിട്ട് ഡോറിൽ നിൽക്കാം. എവിടുന്നോ ഇങ്ങോട്ടുള്ള മെമ്മു, മിക്കവാറും ചെന്നൈ സെൻട്രലിലേക്കുള്ള മെമ്മു ആയിരിക്കും. അപ്പം നമ്മൾ ജസ്റ്റ് നമ്മുടെ ആദ്യത്തെ സ്കെഡ്യൂൾഡ് സ്റ്റോപ്പായ ആവടിയിലേക്ക് എത്തുന്നു. ആവടിയുടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആവടിയിലെ പ്ലാറ്റ്ഫോം അപ്പ് സൈഡിലാണ് നടക്കുന്നത്. ഡൗൺ സൈഡിലെ ഫാസ്റ്റ് ലൈനിൽ പ്ലാറ്റ്ഫോം ഇല്ല. അപ്പോൾ ബിക്കോസ് ബേസിക്കലി ആവടി എന്ന് പറയുന്നത് പണ്ടൊക്കെ ഇൻകമിങ് ട്രെയിൻസ് മാത്രം നിർത്തിക്കൊണ്ടിരുന്ന സ്റ്റേഷനാണ്. അതുകൊണ്ട് അതിന് അപ്പ് ലൈനിൽ മാത്രമേ പ്ലാറ്റ്ഫോം ഉള്ളൂ. അപ്പോൾ ഡൗൺ ലൈനിൽ നിന്ന് ഈ വണ്ടി അപ്പ് ലൈനിൽ ക്രോസ് ചെയ്ത്
ലൂപ്പ് ലൈനിലേക്ക് കയറിയിട്ട് വേണം പ്ലാറ്റ്ഫോമിൽ നിർത്താൻ. നല്ല ടൈം ലോസ് ഉണ്ട് ഈ ഒരു സ്റ്റോപ്പ് കാരണം. നമ്മളിതുവരെ പ്ലാറ്റ്ഫോം ലൈനിലോട്ട് കയറിയിട്ടില്ല. പ്ലാറ്റ്ഫോമിലോട്ട് കയറാൻ പോകുന്നുള്ളൂ. ഇനിയും പാസ് ചെയ്യണം പോയിൻറ്റ്സ്. പാസ് ചെയ്യണ്ട, ലൈൻ നേരെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഒരു 8 വീൽ DTC കിടക്കുന്നുണ്ട്. ഇവിടെ പണ്ടൊരു EMU കൺവേർട്ട് ചെയ്തുണ്ടാക്കിയ DTC ഉണ്ടായിരുന്നു. ഇവിടെ പണ്ടൊരു EMU കൺവേർട്ട് ചെയ്ത് അവരുണ്ടാക്കിയൊരു DTC ആയിരുന്നു. അത് ഇപ്പം എനിക്കൊന്ന് സ്ക്രാപ്പായിരുന്നു. ഇവിടെയായിരുന്നു കടന്നുകൊണ്ടിരുന്നത്. ഒരു സാൻ നിർമ്മിച്ചതാണ്. ഇപ്പോൾ 2025 പുത്തൻ സാധനമാണ്. സാനുകാർ DTC നിർമ്മിച്ചു. സാൻ എന്ന് പറയുന്നൊരു പ്രൈവറ്റ് ലോക്കോമോട്ടീവ് മാനുഫാക്ചറാണ്. അവർ DTC നിർമ്മിച്ചു തുടങ്ങിയാണ്. ഇനി അടുത്തുള്ള ബെമൽ സാന്. നമ്മൾ ജസ്റ്റ് ആവടി സ്റ്റേഷനിലോട്ട് കയറും. അപ്പോൾ EMU ആണത്. ആൾക്കാർ ട്രാക്കിന് കുറുക്കെ നടക്കുന്നത് അവരെ അലേർട്ട് ചെയ്യാൻ വേണ്ടി EMU ഹോൺ അടിക്കുന്നതാണ്, വേറൊന്നുമല്ല. പാസഞ്ചർ റിസർവേഷൻ സെൻറ്റർ കമ്പനി. അത്യാവശ്യം നല്ലോണം യാത്രക്കാരുണ്ട് ഇപ്പോൾ. പക്ഷേ ഇതൊക്കെ ജനറൽ കോച്ചിലോട്ട് കയറാനുള്ള കേട്ടോ. കാര്യം ഇതിന് ഇനി ഇവിടം വിട്ട് പിന്നെ കാട്ട്പാടിയിലെ സ്റ്റോപ്പുള്ളൂ. അപ്പോൾ കാട്ട്പാടി വരെ നോൺ സ്റ്റോപ്പ് റണ്ണാണ്. ആ സൈഡിലോട്ട് പോകേണ്ട യാത്രക്കാർക്ക് വളരെ നല്ല ഓപ്ഷനാണ്. AC കോച്ചുകളിലോട്ട് ഒന്നും ഒറ്റയൊക്കെ കയറാനുണ്ട്. പ്ലാറ്റ്ഫോമിന് അത്യാവശ്യം നല്ല ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ചാടി ഇറങ്ങുമായിരുന്നു. പ്രായമുള്ള ആൾക്കാർക്ക് കയറാൻ നല്ല ബുദ്ധിമുട്ടാണ്. സമയം ഇപ്പോൾ 4:48. ഒരുപാട് നേരം നിൽക്കില്ല, വേഗം വിട്ടുപോകും. ജസ്റ്റ് അരക്കോണം എത്തുന്നു. അരക്കോണം ലോക്കോ ഷെഡാണ്. അങ്ങനെ അരക്കോണം സ്റ്റേഷൻ വഴി റൺ ത്രൂ ആയി. അരക്കോണം സ്റ്റോപ്പില്ല.
നീണ്ടകരൽ കോച്ച് ഫാക്ടറി ചെന്നൈ നവംബർ 2021 പണിതാണ് 213228. അപ്പോൾ സമയം അങ്ങനെ വൈകുന്നേരമായി തുടങ്ങി. നമ്മളിപ്പോൾ ഏകദേശം ഇവിടുത്തെ ബാലാജി റോഡൊക്കെ എത്താറായിട്ടുണ്ട്. ഇതിനാണ് ഞാൻ ടൈമിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബാംഗ്ലൂർ ചെന്നൈ ഡബിൾ ഡെക്കർ എക്സ്പ്രസ് ആയിരുന്നു. അത്യാവശ്യം ക്ലൗഡിയാണ്, വെയിൽ ജസ്റ്റ് സെറ്റാവുന്നു. കാൽപ്പാടിൽ നിന്ന് ഡിന്നറിൽ നിന്ന് മറ്റേ സൊമാറ്റോ വഴി ഓർഡർ ചെയ്തു. എനിക്കിന്ന് ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ മൂടില്ല. അതുകൊണ്ട് സബ് മാത്രമോ. വാലാജ റോഡ് സ്റ്റേഷനെത്തി. ജോഷി കൊയ്നോയിക്കെ നമ്മൾ ഈ ഡോറിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോഴുള്ള ഒരു മേജർ പ്രശ്നമാണ് വാതിലിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സാധാരണ ഇതിൽ ഞാനൊക്കെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ചെരുപ്പ് കൊണ്ട് ചവിട്ടി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചെരുപ്പ് കൊണ്ട് ചവിട്ടി വയ്ക്കുമ്പോഴൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വിരലുകളിലേക്ക് വാതിലൊന്ന് ഇടിച്ചുകൊണ്ടിരിക്കും. അതിനുള്ളൊരു സൊല്യൂഷനാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ചെരുപ്പ് എന്ന് പറയുന്നത്. ഇത് ഫ്യുവൽ ഷൂസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ചെരുപ്പാണ്. ഞാൻ ഓൺലൈൻ മേടിച്ചാണ്. അതിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു സോള് പോലത്തെ കവറിങ് ഉണ്ട്. അത്യാവശ്യം ഹാർഡാണ്. അത്യാവശ്യം ചവിട്ട് കൊണ്ടുപോകുന്നത് നമുക്കൊന്നും പറ്റില്ല. അത്യാവശ്യം ഹാർഡായിട്ടുള്ള നല്ല ഈ സേഫ്റ്റി ഷൂസിൻ്റെ ഒക്കെ ഫ്രണ്ട് പോലെയാണത്. നമ്മളിനിപ്പോൾ ഏകദേശം കാട്ട്പാടിയൊക്കെ കഴിയുന്നവരെ നമുക്ക് ചെറുപറ ക്രോസിങ്സ് ഉണ്ടാവും. കാട്ട്പാടി കഴിഞ്ഞാലും കുറച്ച് ക്രോസിങ്സും കൂടി ഉണ്ടാവും. കാര്യം നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ആലക്കോണത്തേക്കുള്ളൊരു മെമു ഉണ്ട്, വന്ദേ ഭാരതുണ്ട്, പിന്നെ ഏതെങ്കിലും ഒരു ബാംഗ്ലൂർ ബീഹാർ ട്രെയിനുള്ള ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും. പിന്നെ അതുപോലെ നമ്മുടെ ധൻബാദ്, ടാറ്റാനഗർ, വൃന്ദാവന, പിന്നെ കോയമ്പത്തൂർ ശതാബ്ദി, മൈസൂർ ശതാബ്ദി, അങ്ങനെ നമുക്ക് ചെറുപറന്ന ക്രോസിങ്സിന് വരാനുണ്ട്. നമ്മൾ ജസ്റ്റ് മുകുന്ദരായപുരം എത്തുന്നു. അവിടെ ഒരു സൈഡിങ് ഉണ്ട്. അതിനിപ്പുറത്തോട്ട് വലിയൊരു യാർഡ് മോഡിഫൈ ചെയ്ത് അവിടെ യാർഡ് വലുതാക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. ഇതാണ് മുകുന്ദരായപുരം സ്റ്റേഷൻ. നമ്മൾ ആക്ച്വലി ഒരു അഗർത്തല SMT ബംഗളൂരു ഹംസഫർ എക്സ്പ്രസ്സിന് ട്രെയിൽ ചെയ്യായിരുന്നു. അവൻ അത്യാവശ്യം 3-4 ബ്ലോക്ക് ഫ്രണ്ടിലായിരുന്നു. അവൻ സ്ലോ ആയതുകൊണ്ടാണോ എന്നറിയില്ല നമ്മളിപ്പോൾ സ്ലോ ആയത്. ഇവിടെ ഇപ്പോൾ ഉടനെ എനിക്കൊന്ന് മെമു വരാനുള്ളതാണെന്ന് തോന്നുന്നു. സ്കൂൾ പിള്ളേരുണ്ട് ഇഷ്ടം പോലെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാലം. ഇത് പൊന്നൈ നദിക്ക് കുറുകെയുള്ള പാലമാണ്. ഇത് ശരിക്കും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പാലം കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊരു ആർച്ച് ബ്രിഡ്ജാണിത്. ആർച്ച് ബ്രിഡ്ജ് ഇപ്പോൾ ഒരു കോൺക്രീറ്റ് ചെയ്തപ്പോൾ അതിലൊരു ഭംഗി കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ നല്ല ഭംഗിയാണ്. ഓപ്പോസിറ്റ് ലൈനിൽ ബ്രിഡ്ജ് സാധാരണ PSC കാർഡ് ബ്രിഡ്ജാണ്. ആ പാലത്തിന് പുതിയതായിട്ട് വാക്ക് വേ പണിതിട്ടുണ്ട് പാരലലായിട്ട്. വാക്കുവേയുടെ പണി നടക്കുന്നേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല.
മൈസൂർ ചെന്നൈ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. സദേൺ റെയിൽവേയിലത്തെ ആദ്യത്തെ വന്ദേ ഭാരത്. ഒരുപാട് കാർ കാരിയർ റേക്കുകൾ അവിടെ പല സ്ഥലത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. ഓട്ടോ ഇല്ല ഇതിനൊന്നും. ഇത് സേവൂർ സ്റ്റേഷനാണ് തോന്നുന്നു. ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ സൊമാറ്റോക്കാരൻ വിളിച്ചതാണ്. അതായത് കുറച്ചധികം ദിവസം ട്രാവലിംഗ് ആയതുകൊണ്ട് വയറൊക്കെ ഇത്തിരി അപ്സെറ്റാണ്. പിന്നെ ഓയിലി ആയിട്ടുള്ള ഒന്നും വേണ്ട എന്ന് വെച്ചിട്ട്, മറ്റേ നമ്മൾ ട്രെയിനിൽ നിന്ന് എന്ത് ഫുഡ് മേടിച്ചാലും ഓയിലി ആവുമല്ലോ. അപ്പോൾ ഓയിലായിട്ടൊന്നും വേണ്ടെന്ന് വെച്ച് ഞാൻ ഒരു സാൻഡ്വിച്ചാണ് പറഞ്ഞത്. ബ്രെഡ് അത്ര ഹെൽത്തി അല്ല, ബ്രെഡും ബണ്ണൊന്നും അത്ര ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ല. പക്ഷെ ഞാൻ നോക്കിയിട്ട് എണ്ണ കുറവുള്ള റേറ്റ് അതാണ്. അല്ല പിന്നെ ഉള്ളത് ബിരിയാണിയും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര എണ്ണയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കാട്ട്പാടിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. സി എം സി പോട്ടെ, സോറി, VITയുടെ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ബിൽഡിങ്സാണ് ഈ കാണുന്നതെല്ലാം. അവരുടെ ഹോസ്റ്റൽ ബ്ലോക്സും ക്ലാസ് റൂം ബ്ലോക്സും റെസിഡൻഷ്യൽ ബ്ലോക്സ് എല്ലാം ഈ കാണുന്നത്. ആ സൂര്യനെ കണ്ടതാണ് റൗണ്ടായിട്ട്. ക്യാമറ അത്ര ഭംഗിയായിട്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടൊരു ക്രിംസൺ റെഡ് കളർ പൊട്ടായിട്ട്. നമ്മൾ ജസ്റ്റ് കാട്ട്പാടിയിലേക്ക് കയറുന്നു. ഓപ്പോസിറ്റ് ലൈനിൽ ഏതോ വണ്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാര്യം ഒരു പച്ച കണ്ടു. ഏതോ വണ്ടി പുറപ്പെടുന്നുണ്ട്, പച്ച കാണാണ്ട്. അപ്പുറത്തെ സൈഡിലാണ് തിരുപ്പതി എന്ന് പറഞ്ഞ ലൈൻ. നമ്മളതിൽ 2-3 ട്രിപ്പ് ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് റീസെൻ്റ്ലി നമ്മൾ 2-3 പ്രാവശ്യം ട്രിപ്പ് ചെയ്തായിരുന്നു സമ്മറിൽ. ഇതേതാണോ ട്രെയിൻ? ഗോമോ ഷെഡിന് ലോക്കാണ് 37041. പാറ്റ്ലിപുത്ര SF എക്സ്പ്രസ്, SMT ബംഗളൂരു പാട്ലിപുത്ര. ഡബിൾ ഡെക്കറിനെ ക്രോസ് ചെയ്യും, വന്ദേ ഭാരതിനെ ക്രോസ് ചെയ്യും, ഒരു ബാംഗ്ലൂർ ബിഹാർ വണ്ടിയെ ക്രോസ് ചെയ്യും, മെമുവിനെ ക്രോസ് ചെയ്യും. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ബൃന്ദാവനം ശതാബ്ദികളൊക്കെ വരുന്നത്. ആ കാണുന്നതാണ് തിരുപ്പതി എന്ന് വരുന്ന റെയിൽവേ ലൈന്. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ള, നമ്മളിത് കൂടെ യാത്രയും ചെയ്തിട്ടുള്ള. എന്നാലും പിന്നെയും ഞാൻ കാണിച്ചുകൊണ്ടിരിക്കാൻ മാത്രം. നമുക്ക് പുറപ്പെടാനുള്ള സ്റ്റാർട്ടർ വരെ ആയിക്കഴിഞ്ഞു. ഓൾറെഡി മഞ്ഞാണ്. നമ്മൾ ജസ്റ്റ് കയറുന്നു, യാത്രക്കാരെ ഇറക്കം കയറ്റം ചെയ്യുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. മീൻവൈൽ അരക്കോണത്തിന് 25023 ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ സ്പെയർ ലോക്കുമാണ്. മേജർ ജംഗ്ഷൻസിലൊക്കെ ഒരു സ്പെയർ ലോക്ക് കിടക്കുന്നുണ്ടാവും. ഈ റൂട്ടിൽ ഏതെങ്കിലും ലോക്കോന് ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാൻ. അപ്പോൾ നമുക്കുള്ള മഞ്ഞായിരുന്നില്ല കേട്ടോ. ഇവിടുന്ന് ഏതൊരു വണ്ടി പുറപ്പെട്ട് പോകുന്നുണ്ട് മെയിൻ ലൈനിൽ കിടക്കുമായിരുന്നു. ഇതേതായിരുന്നു അവസാനം? ഏതോ നാറ്റം വണ്ടിയാണ്. ഷാലിമാറിൽ മെയിൻറ്റെയിൻ ചെയ്ത കോച്ചാണ്. ഏതാ വണ്ടി ഒരു പിടിയും കിട്ടുന്നില്ല. അവൻ സ്പീഡ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിർത്തുകയാണ്. ഇപ്പം ബാംഗ്ലൂർക്ക് വന്ന് ഏതെങ്കിലും വണ്ടി ആയിരിക്കും. ഞാൻ എന്തായാലും വേറെ സ്മൈ ട്രെയിനിൽ തപ്പി നോക്കട്ടെ. അപ്പോൾ അവനായിരുന്നു സ്റ്റാർട്ടർ, നമുക്കല്ലായിരുന്നു.
18:11 നമ്മൾ കാട്ട്പാടിയിലെത്തി. ഫുഡ് വന്നിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞ് കഴിക്കാൻ നമുക്ക് ഇവിടെ വച്ചേക്കപ്പോൾ തൽക്കാലത്തേക്ക്. ഇതാണ് കാട്ട്പാടി ജംഗ്ഷൻ. നമ്മൾ ഫുഡ് മേടിച്ച് എന്തായാലും ഉള്ളിൽ വെച്ചു. നമ്മൾ പുറപ്പെടാൻ റെഡിയായെന്ന് പറയുകയും ചെയ്തു. എന്നാലും ആ വണ്ടി ഏതായിരുന്നോ? അപ്പോൾ നമ്മളങ്ങനെ കാട്ട്പാടി ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. സമയം ഇപ്പോൾ 6:15 18-15 hours. ഞാനിപ്പോൾ ജസ്റ്റ് കുറേ വേറെസ്മ ട്രെയിനിലിട്ട് കളിച്ച് തപ്പിയൊക്കെ നോക്കിയായിരുന്നു. നമ്മൾ നേരത്തെ പോകുന്ന കണ്ടത് ഹൗറ SMBT ദുരന്തോ എക്സ്പ്രസ് ആണ്. ലേറ്റ് റോഡ് വണ്ടി, ലേറ്റ് റണ്ണിങ് വണ്ടിയാണ്. അതിനിവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല. അവർ മെയിൻ ലൈനിൽ നിർത്തിയെടുത്തു. എന്തുകൊണ്ടാണ് നിർത്തിയെന്നറിയില്ല. മേ ബി ഫ്രണ്ടിൽ വേറെ വല്ല വണ്ടി ഉണ്ടായിരുന്നിരിക്കുമായിരിക്കും. അവിടെ ഫ്രഷ്ലി റീപെയിൻഡ് EMD കിടക്കുന്നുണ്ടായിരുന്നു അയാളിൽ. ഒരു ട്വിൻ വാഗൺ ഹോൾഡ് BCNR ആയിക്ക് അങ്ങോട്ട് കയറിക്കണം. മിക്കവാറും തിരുപ്പതി ലൈൻ വഴി പോകുന്ന വണ്ടിയായിരിക്കും. എറണാകുളം ടാറ്റാനഗർ ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2 വരുന്ന അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഈ ട്രെയിനിൽ നമുക്ക് ഇവിടം വരെയൊക്കെ തന്നെ പകൽ കിട്ടാറുള്ളൂ. കാട്ട്പാടി വരെയൊക്കെ തന്നെ കിട്ടാറുള്ളൂ. മാക്സിമം കുറച്ച് ദൂരം കൂടി, ജോലാർപേട്ടൊന്നും കിട്ടില്ല, കുറച്ച് ദൂരം കൂടി ജോലാർപേട്ട സൈഡിലോട്ട് നമുക്ക് കിട്ടും. ഇത്രേ ഉള്ളൂ. ജോലാർപേട്ട നമ്മൾക്ക് ഇരുട്ടും. അതാണ് ഈ വണ്ടിയിൽ പോകുമ്പോൾ. നമ്മൾ ഈ വണ്ടിയിൽ പല പ്രാവശ്യം യാത്രയുണ്ട്. ഇന്നത്തെ വീഡിയോ കൊണ്ട് തന്നെ ഒരുപാട് കവർ ചെയ്തില്ല. കാര്യം ചെന്നൈ നമ്മൾ റീസെൻ്റ്ലി കുറച്ചധികം ട്രിപ്പുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെന്നൈയുള്ള റൂട്ടുകൾ ഒരുപാട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങോട്ട് കവർ ചെയ്യാൻ പോയില്ല. പിന്നെ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു 10-12 ദിവസമായിട്ട് കണ്ടിന്യൂസ് യാത്രയാണ്. അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. ബോഡി ഫുള്ളി ടയേർഡാണ്. ഞാൻ വിചാരിക്കുന്ന പോലെ ബോഡി എനിക്ക് അങ്ങോട്ട് സപ്പോർട്ട് വരുന്നില്ല. അപ്പോൾ ഡോറിൽ നിന്ന് വീഡിയോ എടുക്കാനൊന്നും തന്നെ എനിക്കൊരു ഊർജം കിട്ടുന്നില്ല. കാരണം ഭയങ്കരമായിട്ട് ടയേർഡാണ്. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ പോയി കുറച്ച് ദിവസം എടുക്കും. ഒരു 3-4 ദിവസം എടുക്കും നമ്മൾ വീണ്ടും ഒന്ന് ഫ്രഷപ്പായി വരാൻ. പിന്നെ അതുപോലെ ഇനി കുറച്ച് ദിവസത്തേക്ക് ഏകദേശം ഒരു ഒക്ടോബർ പകുതി വരെ 3729 ആയിരുന്നു വാപ്സൺ ടാറ്റാനഗറിൻ്റെ. ഇത് എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ യാത്രകളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഓഫ് കോഴ്സ് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഞാൻ ചാടി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഞാൻ പോകും. അതെല്ലാം തന്നെ കുറച്ച് ദിവസത്തേക്ക് യാത്രകളൊന്നുമില്ല. നമ്മളൊരു ബ്രേക്ക് എടുക്കുകയാണ്. മൊത്തത്തിൽ ട്രാവലിംഗ് ചെയ്യുന്നൊരു ബ്രേക്ക് എടുക്കുകയാണ്. ഇനി ഒരു ഒക്ടോബർ പകുതിയൊക്കെയായിട്ട് നമ്മൾ വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുന്നതായിരിക്കും. കാര്യം ഇനി അങ്ങോട്ട് നവരാത്രി ഒക്കെ വരികയാണ്. അപ്പോൾ നവരാത്രി കാലത്ത് വീട്ടിലുണ്ടാവണമെന്നൊരാഗ്രഹം. നവരാത്രിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും യാത്ര തുടങ്ങാം. ഇത് ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചിട്ടാണ്. ഇതാണ് മറ്റേ വിഴുപ്പുറത്തേക്ക് പോകുന്ന ലൈന്. ആ ലൈൻ വഴി നമ്മൾ യാത്ര പോയിട്ടുണ്ട്. ഇനി ഒരിക്കൽ കൂടെ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് പക്ഷേ വിഴുപ്പുറം എൻ്റെ നിന്ന് വന്നാൽ കൊള്ളാമെന്നുണ്ട്. ഇതുവരെ നമ്മൾ പോയിട്ടുള്ളതെല്ലാം കാട്ട്പാടി എൻ്റെ നിന്ന് വിഴുപ്പുറം എൻ്റെക്കാണ്. ഇനി ഒരു പ്രാവശ്യം വിഴുപ്പുറം എൻ്റെ നിന്ന് കാട്ട്പാടി എൻ്റെക്ക് വരണമെന്നുണ്ട്. അപ്പുറത്തെ വാതിക്കലിന്മാരെ ബഹളമായിരുന്നു. ഇപ്പുറത്തെ വാതിൽ വന്നപ്പോൾ എല്ലാം കൂടി ഇവിടെ വന്നിട്ട് ഇവിടെ കാണാവുന്ന ബഹളമാണ്. ഇപ്പോൾ പിന്നെ ഹൗസ് കീപ്പിങ്ങിൻ്റെ സ്റ്റാഫാണ്. ഭയങ്കര ബഹളന്മാർ. അപ്പുറത്തും ബഹളമായിരുന്നു, ഇത് ഇവിടെ വന്ന ബഹളമാണ്. എന്തുവാണ് അവന്മാരെ പ്രശ്നം? ഇവിടെ നിന്ന് അണ്ടർപാസിൻ്റെ പണി നടക്കുകയാണ്. അതിൻ്റെ ഒരു സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. എനിക്ക് നമ്മളന്ന് കോവ എക്സ്പ്രസ്സും എപ്പോഴും പണി നടക്കരുത്. ഈ പണി കുഴി ഒഴിച്ച് പണി നടക്കുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ ബോക്സർ ഇൻസേർട്ട് ചെയ്തു. കണക്ഷൻ്റെ പണി നടക്കുന്നുള്ളൂ. ആലപ്പുഴ ധൻബാദ് നാറ്റം തൂക്കിയടിച്ചു. അമ്മേ ലത്തേരി സ്റ്റേഷനെത്തി. ലത്തേരി
ആണെന്ന് തോന്നുന്നു, ഡേ എക്സ്പ്രസ് ആണ്, ഉണ്ടാകാനായിരിക്കണം. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്രോസിങ്സ് കാഴ്ച കഴിഞ്ഞായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ ഉള്ളിൽ പോയിരിക്കാൻ പോകണം. അങ്ങനെ ജോലാർപേട്ട സ്റ്റേഷനിൽ നമുക്ക് കാണാം. ഏതോ ഒരു ആബ്സെൻറ്റ് ഹോൾഡ് ട്രെയിനാണ്, ഏത് ട്രെയിനാണെന്ന് അറിയില്ല. നമ്മൾ ജസ്റ്റ് ജോലാർപേട്ടയിലേക്ക് എടുക്കുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് ജോലാർപേട്ട ജംഗ്ഷനിലോട്ട് കയറുന്നു. നമ്മൾ അല്പം മുമ്പായിട്ട് നമ്മുടെ മറ്റേ ദുരന്തരം ഓവർടേക്ക് ചെയ്തു കേട്ടോ. ഹൗറ SMVT ബംഗളൂരു ദുരന്തരം നമ്മൾ ഓവർടേക്ക് ചെയ്തു. ആ ഓവർടേക്ക് ചെയ്യുന്നതിന് ഒരു സ്റ്റേഷൻ മുമ്പ് നമ്മളെ പിടിച്ചിട്ടായിരുന്നു. എന്നിട്ട് മറ്റേ മൈസൂർക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയായിരുന്നു. അതൊരു നമ്മളെ ലൂപ്പ് ലൈൻ ഞാൻ തിരിച്ചറിഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഓവർടേക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ ഒരു കോവ എക്സ്പ്രസ് ആണ്, കോയമ്പത്തൂർ ചെന്നൈ കോവ എക്സ്പ്രസ്. സമയം ഇപ്പോൾ 7:27. നമ്മൾ ജോലാർപേട്ട ജംഗ്ഷനിൽ നിൽക്കുകയാണ്. വണ്ടി ഓൺ ടൈം ആണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ സ്റ്റാർട്ടർ എന്തായാലും റെഡാണ്. നമ്മളൊരു അല്പം ലേറ്റ് 7:25 ഇവിടുത്തെ ടൈം. നമ്മളൊരു അല്പം ലേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. 15 ദിവസം എടുത്ത് പോകും. നമ്മൾ ക്രൂ ചേഞ്ചോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. സാധാരണ ഇവിടെ ദോശ കച്ചവടക്കാരെ കാണാം. ഇന്ന് ആരും കാണാനില്ല. നമ്മുടെ ഡിന്നർ കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. സമയം 7:29. നമ്മൾ വിട്ടു. അപ്പോൾ അങ്ങനെ ജോലാർപേട്ടയിൽ നിന്ന് വിട്ടു. എൻ്റെ ഡിന്നറൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ബർത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റിയാൽ ഞാൻ ബർത്ത് ഓപ്പൺ ചെയ്ത് കിടന്ന് ഉറങ്ങും. ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സേലം കാണിക്കാം. എന്തായാലും ലെഫ്റ്റ് സൈഡിൽ തന്നെ ബർത്ത്. കിടന്നിട്ടാണെങ്കിലും സേലം സ്റ്റേഷനത്തെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ബാക്കി അത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. നോക്കട്ടെ, എല്ലാം നമ്മുടെ ഉറക്കത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറങ്ങും, ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രാത്രി കോണം തരുന്ന വീഡിയോസ് എടുക്കും. ഇനി ഇത് കഴിഞ്ഞ് എനിക്ക് നമുക്ക് മൊറപ്പൂർ സ്റ്റോപ്പ് ഉണ്ട് തോന്നുന്നു. മൊറപ്പൂർ അത് കഴിഞ്ഞിട്ടാണ് തോന്നുന്നു സേലം സ്റ്റോപ്പ്. ട്രിവാൻഡ്രത്തിനകത്ത് കോർബ എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ആയിരുന്നു അവിടെ അനൗൺസ്മെൻ്റ് ഒന്നുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് മൊറപ്പൂർ സ്റ്റേഷനിൽ തിരിക്കുകയാണ്. സമയം ഇപ്പോൾ 8:07. സ്റ്റാർട്ടർ റെഡാണ്. ആ ഒരു ധൈര്യത്തിലാണ് താഴെ ഇറങ്ങിയത്. മിക്കവാറും ഇതായിരിക്കും കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് കാണിക്കുന്ന സ്റ്റേഷൻ. ഞാൻ ഇത് കഴിഞ്ഞ് മിക്കവാറും കിടന്ന് ഉറങ്ങും. ബ്രേക്ക് റിലീസാണ്. റേഖ സാറിനയുടെ പുറകോട്ടം ഓടി. അപ്പോൾ നമ്മളങ്ങനെ ജസ്റ്റ് മൊറപ്പൂരിൽ നിന്ന് പുറപ്പെട്ടു. അടുത്ത സ്റ്റോപ്പ് സേലമാണ്. സേലത്തിനും മിക്കവാറും ഞാൻ കിടക്കാനാണ് സാധ്യത. നല്ല ഉറക്കം വരുന്നുണ്ട്. അറിയില്ല, ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സീറ്റിൽ നിന്ന് സേലം കാണിക്കും. അപ്പം ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ കോഴിക്കോട് പോയി ഇറങ്ങുകയാണ്. അതാകുമ്പോൾ കുറച്ച് നേരം ഉറങ്ങാമല്ലോ. ഉറങ്ങിയിട്ട് രാവിലെ കോഴിക്കോട് ഇറങ്ങിയിട്ട് ഒരു ബസ്സിനകത്ത് തിരിച്ചു വരാം.
എൻ്റെ മനസ്സ് എപ്പോൾ വേണമെങ്കിൽ മാറും കേട്ടോ, അതാണ് ഒരു പ്രശ്നം. ഞാൻ ചിലപ്പോൾ ഷൊർണൂർ തന്നെ ഇറങ്ങി വരും. ഷൊർണൂർ ഇറങ്ങിയതിൻ്റെ പ്രശ്നം വെച്ചാൽ 1:30 നമ്മൾ ഷൊർണൂർ ഇറങ്ങും. പിന്നെ 2 മണിക്കൂർ അവിടെ ഇരിക്കണം രാജറാണി വരുന്നവരെ. പിന്നെ രാജറാണി കയറി ഉറങ്ങാനുള്ള ഗ്യാപ്പൊന്നും കിട്ടില്ല. രാജറാണി കയറി 1/2 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മുടെ ഇവിടെ എത്തും. ഉറക്കം മൊത്തത്തിൽ പോകും. അപ്പം മുറപ്പൂർ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഷൊർണൂർ ഇറങ്ങാൻ തീരുമാനിച്ചു. വണ്ടി ജസ്റ്റ് ഷൊർണൂർ എ ക്യാബിൻ്റെ ഹോം സിഗ്നലിൽ ഒന്ന് കിടക്കുകയാണ്. ഷൊർണൂർ ഇറങ്ങാൻ തീരുമാനിക്കാനുള്ള കാരണം വെച്ചാൽ പാലക്കാടേക്കപ്പോൾ ഉണർന്നു. പാലക്കാടേക്കപ്പോൾ എന്തോ ചെക്കിങ്ങിന് വന്ന് TT വന്നിട്ട് അപ്പുറത്തെ ലോവർ ബർത്തിൽ ഒരു വയസ്സായ സ്ത്രീ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ലോവർ ബർത്തിൻ്റെ ശരിക്കുള്ള ആൾ വന്നപ്പോൾ അയാൾ അവിടെ മൊത്തം എല്ലാവരും തട്ടി ഉണർത്തി. ഇതാരാ എന്ന് ചോദിച്ച് തട്ടി ഉണർത്തും. പിന്നെ അതുപോലെ TT വന്ന് എന്തിനോ ഒന്ന് തട്ടി ഉണർത്തി. അതിനിപ്പോൾ ഉറക്കം അങ്ങ് പോയി. അപ്പോൾ ജസ്റ്റ് നമ്മൾ പാലക്കാട് എത്തിയിട്ട് പാലക്കാട് വിടുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉറക്കം പോയതുകൊണ്ട് ഞാനങ്ങ് എൻറ്റു. പക്ഷെ എന്നാൽ ശരി, അങ്ങ് ഷൊർണൂർ തന്നെ ഇറങ്ങിയേക്കാം. അതാകുമ്പോൾ നമുക്ക് വീട്ടിലൊരു 1 മണിക്കൂർ നേരത്തെ എത്താം, കോഴിക്കോട് പോയി വരുന്നതിനെക്കാട്ടും. മെയിൻ ലൈൻ വഴി ഒരു വണ്ടി ത്രൂ പോകാൻ വേണ്ടി നമ്മൾ പിടിച്ചിട്ടായിരുന്നു ഇവിടെ. ഇത് എറണാകുളം ഹൗഡ ദുരന്തോ എക്സ്പ്രസ് ആണ്. വണ്ടിയിൽ ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. ആൾക്കാർക്ക് ഇവിടെ കിടന്നുറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിത് പ്ലാറ്റ്ഫോം നമ്പർ 5 ഷൊർണൂരിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 5 പ്രവേശിക്കുകയാണ്. പ്ലാറ്റ്ഫോം 4 ഒരു വാബ് 4 റോയപുരത്തിൻ്റെ വാബ് 4 ആണ്. 30422 മാംഗ്ലൂർ യശ്വന്ത്പൂർ വീക്ക്ലി എക്സ്പ്രസ്. മാംഗ്ലൂർ യശ്വന്ത്പൂർ വീക്ക്ലി എക്സ്പ്രസ് ആയിട്ട് കിടക്കുന്നു ഇവിടെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഷൊർണൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ഇറങ്ങാം. ഇപ്പോൾ സമയം 1:34 ഉള്ളൂ. നമ്മൾ അത്യാവശ്യം ഹെഡ് ഓഫ് സ്കെഡ്യൂളാണ്. അപ്പം നമ്മൾ ഷൊർണൂരെത്തി. ഇനിയിപ്പോൾ AC വെയിറ്റിംഗ് റൂമിൽ കുറച്ച് നേരം ഇരിക്കാം. നമ്മുടെ വണ്ടി വരാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. ഇവിടെ പ്ലാറ്റ്ഫോം 4-5 AC വെയിറ്റിംഗ് റൂം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഫങ്ഷനിങ് അല്ല എന്നൊന്ന് കണ്ടിട്ട് ഇവിടെ ലൈറ്റൊക്കെ ഓഫായിരുന്നു. എന്നാൽ പിന്നെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ AC വെയിറ്റിംഗ് റൂമിലെല്ലാം പോയിരിക്കാം. അല്ലാതെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ഒരു ചായ കുടിക്കാനായിട്ട് പുറത്തിറങ്ങിയായിരുന്നു. കണ്ടോ ഷൊർണൂർ ജംഗ്ഷൻ്റെ ഭംഗിയുണ്ടോ? രാത്രി ആയതുകൊണ്ട് ഒരു മനുഷ്യനില്ല. മണി ഇപ്പോൾ 1:45, 2 മണി ആവുന്നു. 1:51. ആരുമില്ല. ജസ്റ്റ് ഓട്ടോ സ്റ്റാൻഡും സർക്കാർ വണ്ടിയാണ്. അപ്പോൾ
അപ്പോൾ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ടായി. ഞാൻ പുറത്തിറങ്ങിയൊരു KSRTC ബസ് വന്നു പെരിന്തൽമണ്ണയ്ക്കുള്ളത്. അപ്പോൾ 1:56 എങ്ങനെ വരും 3 മണിയാകുമ്പോഴേക്കും എനിക്ക് പെരിന്തൽമണ്ണ എത്താം. 3-3:15 പെരിന്തൽമണ്ണ. 4 മണിക്കുള്ളിൽ വീട്ടിൽ പോയി കിടന്നുറങ്ങാം. അതുകൊണ്ട് ഞാൻ ബസ്സിനാക്കി ബാക്കി യാത്ര. അങ്ങനെ തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഷൊർണൂരിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് ബസ് യാത്ര നടത്തി. മഞ്ചേരി വഴിയുള്ള ബസ്സായിരുന്നു. ഇപ്പോൾ വീടിനടുത്ത് പോയി ഇറങ്ങാമായിരുന്നു വേണമെങ്കിൽ. അപ്പോൾ നമ്മുടെ ഈ യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഞാൻ ഇനിയിപ്പോൾ അതൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് ഒരു ഓട്ടോ എടുത്ത് അങ്ങ് പോയേക്കാം. എന്തായാലും എനിക്കൊന്നും ഇനിയിപ്പോൾ ഈ ബസ് കേട്ട് കാര്യമൊന്നുമില്ല. കാര്യം ഇനിയിപ്പോൾ ഷോർട്ട് ഡിസ്റ്റൻസിനാണ് ടിക്കറ്റ് എനിക്ക് തരില്ല. നമുക്കെന്നാൽ പിന്നെ ഒരു ഓട്ടോ എടുത്ത് അങ്ങ് വീട്ടിൽ പോയേക്കാം. നമ്മൾ നേരെ വീട്ടിൽ പോയിറങ്ങാമല്ലോ. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടാകുന്നിരിക്കുന്നു. പ്രതീക്ഷിതമായ ഒരു ബസ് യാത്രയിൽ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാകുന്നിരിക്കുന്നു. മറ്റൊരു പുതുപുത്തൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫീഡ്ബാക്ക് കമൻസൊക്കെ രേഖപ്പെടുത്തുക. നമുക്കൊരു പുതുപുത്തൻ വീഡിയോയിൽ ഇനി വീണ്ടും കാണാം. So this is Binay Shankar signing off from Platform 7. See you very soon in another video. Until then, bye-bye.